നിരന്തരമായിട്ട് ഞാൻ ഓർക്കുന്നതാണ് ആ വോഗിനെ കുറിച്ച്. പക്ഷേ എപ്പോഴും ഈ ശിവരാത്രി സമയമാകുമ്പോൾ മറ്റെന്തെങ്കിലും കൂടുതൽ മനസ്സിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് അതങ്ങ് മാറി മാറി പോകുന്നതാണ്. അതെ, ശൈലജ ടീച്ചറിൻ്റെ കവർ വന്നു, പടം വന്നു എന്നൊക്കെ പറഞ്ഞ് വിവാദമായ വോഗ്, അതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് വളരെയധികം അത് വായിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. അതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഇന്ന് ഒരു ചെറിയ ഉപദേശം കിട്ടി. എൻ്റെ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മധ്യവയസ്സ് മുതൽ, അതായത് ഒരു 20-22 വയസ്സ് മുതൽ ഞാൻ കേൾക്കുന്ന ഏറ്റവും കാര്യമാണ് പെൺകുട്ടിയുടെ അമ്മയാണ്. ഓരോന്നും ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്, 2 പെൺകുട്ടിയുടെ അമ്മയാണ്, 3 പെൺകുഞ്ഞുങ്ങളാണ്. അത് കേട്ട് കേട്ട് ഞാൻ മടുത്തിട്ടുണ്ട്. എനിക്കറിയാലോ, പിന്നെ ഇത് എന്നെ പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഇത്തരം എക്സ്പെക്റ്റേഷൻസ്, ബിലോ ദ ബെൽറ്റ് എന്ന് പറയുന്ന എക്സ്പെക്റ്റേഷൻസ് എന്താണെന്ന് അത്രയൊന്നും ബോധ്യമല്ലാത്ത ഒരു കുടുംബമോ അല്ലെങ്കിൽ ജോലി, സുഹൃത്ത് സമൂഹത്തിലായതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഇതിൻ്റെ അന്തരാർത്ഥം എന്താണെന്ന് പിടികിട്ടാറില്ല. ഞാൻ ഓർത്തത് 3 പെൺകുട്ടികളാണ്. നമ്മുടെ സമൂഹത്തിനൊരു കൺസെപ്റ്റ് അനുസരിച്ച് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാനസികവും ശാരീരികവുമായ കാര്യങ്ങളിൽ തിരക്കിട്ട ജോലി എന്നും പറഞ്ഞപ്പോഴും ഓടി നടക്കരുത്, അവർക്കൊപ്പം നിൽക്കണം. അവരെ ഈ ലോകത്തേക്ക് കൺമിഴിച്ച് കാണുമ്പോൾ ആ വാർത്തകളുടെ അല്ലെങ്കിൽ ആ കാഴ്ചകളുടെ നെല്ലും പതിരും ഒക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ട്. നമുക്ക് പറ്റില്ലല്ലോ അവർക്ക് വേണ്ടി കാണാനായിട്ട്, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. അങ്ങനെ വേണം, ഇതൊക്കെയാണ് ഉപദേശം എന്നാണ്. പക്ഷേ കുറച്ചും കൂടി ആയപ്പോഴാണ് എനിക്കതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് ഇവരൊക്കെ ഉപദേശിക്കുന്നതെന്ന് മനസ്സിലായത്. നിങ്ങൾ ശിവരാത്രി കൂട്ടത്തിൽ പലർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ മനസ്സിലാകാത്ത ഏതെങ്കിലും നിഷ്കും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞുതരാം. പെൺകുട്ടികളുടെ അമ്മ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന പൈസയ്ക്ക് എപ്പോഴും സ്വർണ്ണം മാച്ചു കൂട്ടണം, സമ്പത്തുണ്ടാക്കണം. പെൺകുട്ടികളെ നിശ്ചയമായിട്ട് വീട്ടുപണി എടുത്തിച്ച് പഠിപ്പിക്കണം. ആൺകുട്ടികളെ പഠിപ്പിക്കണമെന്ന് എന്നോടാരും പറഞ്ഞു, എനിക്ക് ആൺകുട്ടികളില്ലായിരുന്നെന്ന്. അങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കുക, ഇതൊക്കെയാണ് അത്രേ നമ്മൾ സോക്കോൾഡ് ഡ്യൂട്ടീസ്. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായി വന്നപ്പോഴത്തേക്ക് പെൺകുട്ടികളൊക്കെ അവരുടെ കാര്യം നോക്കുന്നത് എത്രയും വലുതായതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ അവരെ ദ്രോഹിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അറിഞ്ഞുകൊണ്ട് അതിനിപ്പോൾ അവരോട് ചോദിക്കണം. അപ്പം നമുക്ക് കമ്മിങ് ബാക്ക് ടു ശൈലജ ടീച്ചർ, ഈ പെൺകുട്ടികളെ നന്നായി വരണമെങ്കിൽ, സോക്കോൾഡ് സമൂഹത്തിന് നന്നായി വരണമെങ്കിൽ സ്വർണം വാങ്ങിക്കുകയും സമ്പാദിക്കുകയും അച്ചടക്കവും മിണ്ടാതിരിക്കുന്ന സ്വഭാവമുള്ള പ്രതികരിക്കാത്ത പെൺകുട്ടികളെ വളർത്തുകയുമാണ് ചെയ്യേണ്ടത് എന്നത് വാദം ഒരു തന്നെ നിർത്തിയിട്ട് നമുക്ക് ഈ വോഗിലേക്കൊന്ന് കിടക്കാം. ശൈലജ ടീച്ചർ വന്ന ആ വോഗിൻ്റെ കാര്യം മാത്രം, അതിനകത്ത് വളരെ എക്സെപ്ഷണലായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ ഇൻ്റർവ്യൂ അതിനകത്തുണ്ട്. ബ്യൂട്ടിഫുൾ ലൈഫ് ഫണ്ണി ഗേൾ എന്ന ഒരു ഇൻ്റർവ്യൂ അതിലുണ്ട്. അതിൽ കുഷ കപില എല്ലാവർക്കും അറിയാമായിരിക്കും, ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ എല്ലാവർക്കും അറിയാം. അവർ എത്ര സമ്പാദിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് സമ്പാദ്യം കുട്ടിയുടെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ചർച്ചകളാണെന്നറിയോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ആ കുട്ടിയുടെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം കുഷയുടെ പല വീഡിയോകളിലും അമ്മമാർക്കിട്ടാണ് ശരിക്ക് കളിയാക്കുന്നത്. അമ്മ എങ്ങനെയാണ് കുക്കിംഗ് പഠിപ്പിക്കുക, അമ്മമാരുടെ വീഡിയോ കോള്, അമ്മമാർ കല്യാണത്തിന് പോകുന്നത്, ദേശീയ അമ്മമാരിങ്ങനെ ശരിക്കിട്ട് വിമർശിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിലൊരു ചോദ്യം വരും, അത് അമ്മ കേട്ടിട്ടൊന്നും പറഞ്ഞില്ലേന്ന്. അപ്പോൾ കുഷ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അമ്മയെ ഭയപ്പെടേണ്ടതില്ല, സമൂഹത്തെയും ഭയപ്പെടേണ്ടതില്ല. എനിക്ക് എൻ്റേതായ രീതിയിൽ കൺതുറന്ന് സമൂഹത്തെ കാണാമെന്നും കൂടി എന്നെ പഠിപ്പിച്ച അമ്മ എന്നത് ഈ ഇൻ്റർവ്യൂവിലല്ല മറ്റൊരിടത്ത് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞാണ് ആ കുട്ടി അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ കമല ഹാരിസിലാണ് അത് എൻഡ് ചെയ്യുന്നത്. കമല ഹാരിസ് പറഞ്ഞത് നിങ്ങൾക്കറിയാം. കമല ഹാരിസിൻ്റെ പറച്ചിൽ ഇങ്ങനെയായിരുന്നു, അതായത് ഓർമ്മ വെച്ച കാലം മുതൽ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിലപാടെടുക്കുന്ന അമ്മ, അതേപോലെ തന്നെ നിലപാടെടുക്കുന്ന അമ്മൂമ്മയെക്കുറിച്ച് അമ്മ പറയുന്ന ഓർമ്മകൾ, ഇത് രണ്ടുമാണ് എന്നെ നയിച്ചിട്ടുള്ളത്. പലപ്പോഴും ഈ സമരക്കാരുടെ കൂടെ നടന്നു പോകുമ്പോൾ ചെറിയ ഈ കമലയ്ക്ക് കാണാൻ പറ്റുക കാലുകൾ മാത്രമാണ്. കുട്ടി അത്ര ചെറുതാണ്, പക്ഷേ ഈ സമരങ്ങൾക്കും ഒക്കെ അമ്മ കമലയെയും മായയെയും കൊണ്ടുവരേണ്ടത്ര, എവിടെ ഇട്ടിരുത്തിട്ട് പോകാറില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഭാഗഭാഗമായി സ്വന്തം സ്വരം ഉയർത്തി കാണിക്കുക എന്നത് ഒരു രാഷ്ട്രീയം തന്നെയാണെന്ന് പഠിപ്പിച്ച അമ്മയ്ക്കാണ് കമല നന്ദി പറയാറുള്ളത്. ഇനി ശൈലജ ടീച്ചറിലേക്ക് തിരിച്ചു. ശൈലജ ടീച്ചറുടെ ഇൻ്റർവ്യൂവിൽ നല്ല ഇൻ്റർവ്യൂ ആണ്. കോവിഡിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും എൻ്റെ കണ്ണുകൾ കണ്ടുപിടിച്ചത് മറ്റൊരു കാര്യമാണ്. ശൈലജ ടീച്ചർ പറഞ്ഞത്, രാഷ്ട്രീയം എന്നത് എല്ലാവരിലും വേണ്ടതാണെന്ന് ഉള്ളിൽ മനസ്സിലാക്കിയ ഒരമ്മ ഉണ്ടായിരുന്നു. അതേപോലെ വിവാഹം കഴിച്ചു എന്ന കുടുംബത്തെക്കുറിച്ച്, ആ കുടുംബത്തിൽ ടീച്ചറിന് 2 ആൺകുട്ടികളാണ്.
ഒരിക്കലും ഒരാളും ഇതെല്ലാം ഈ ജോലി കഴിഞ്ഞ് സ്കൂളിലെ ജോലി കഴിഞ്ഞിട്ട് പാർട്ടി പ്രവർത്തനത്തിന് പോകുക, അങ്ങനെ രാഷ്ട്രീയം എന്നത് തൻ്റെ രാഷ്ട്രീയത്തെ ഒരിക്കലും മാറ്റേണ്ടി വരാത്ത ഒരു കുടുംബത്തിലാണ് ടീച്ചർ കഴിഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും അതൊരു ഒറ്റപ്പെടലോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ ഒന്നും ഉണ്ടാവാറില്ലായിരുന്നു. എത്ര സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് കിട്ടുമോ അത്രയും സ്വാതന്ത്ര്യം ലഭിച്ച ഒരു കുടുംബം രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു എന്നത് ടീച്ചർ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു അനുഗ്രഹമാണ് എന്ന മട്ടിൽ അതിനകത്ത് എഴുതിയിട്ടില്ല എന്നതാണ് എനിക്ക് ആ ലേഖനത്തിനോട് തോന്നിയ ഏറ്റവും വലിയ മമത. പല ലേഖനങ്ങളിലും കണ്ടിട്ടുണ്ട്, എൻ്റെ ഭാഗ്യം കേട്ടോ, എൻ്റെ ഏട്ടനും ഏട്ടൻ്റെ അമ്മയും ഏട്ടൻ്റെ വീട്ടുകാരും, എന്തിന് അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ, ഇതൊക്കെ ഒരു വ്യക്തിയുടെ അവകാശമാണെന്നും ഇതിൽ മറ്റാരും കൈകടത്തുന്നത് ശരിയല്ല എന്നും പറയുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ കാൽ വയ്ക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി കാണിക്കുന്ന കുറേയേറെ ലേഖനങ്ങൾ ആ വോഗിലുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയാനായിട്ട് നമ്മുടെ സമയം നമുക്ക് അനുവദിക്കുന്നില്ല. അതെല്ലാവരും അത് വായിച്ചു കഴിയുമ്പോൾ ഒറ്റ സജഷനേ ഉള്ളൂ, ഈ ഒരു കണ്ണിൽ കൂടി ആ ലേഖനങ്ങളൊക്കെ എല്ലാവരും ഒന്ന് വായിക്കൂ. എന്നോട് എല്ലാവരും പറഞ്ഞത് എപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചും പറയണ്ടേ, പെൺകുട്ടികളുടെ അമ്മമാർ ഈ ശുഭകാരാത്രി കൂട്ടത്തിലുണ്ട്, നിർബന്ധമായിട്ട് ഒന്ന് വായിക്കുക. പെൺകുട്ടികളും വായിക്കുക, എല്ലാവരും വായിക്കുക. എന്നിട്ട് തീരുമാനിക്കുക നമ്മളൊരു കുട്ടിയെ വളർത്തുക, പെൺകുട്ടിയാണേലും ആൺകുട്ടിയാണേലും എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നതിനെക്കുറിച്ച് കുറേയൊക്കെ സൂചകങ്ങൾ അതിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വത്ത് സമ്പാദിച്ച് കൂട്ടിയതുകൊണ്ടോ കൂടുതൽ കൺസ്ട്രെയിൻ യാഥാസ്ഥികതയിലേക്ക് അവരെ വളർത്തിയത് കൊണ്ടല്ല, അവരുടെ ചിറകുകൾ വിടരാനായിട്ട് ഒപ്പം നിൽക്കുക മാത്രമല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഈ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്ന ഉറപ്പാണ്. ശുഭരാത്രി.